നമ്മുടെ സ്വന്തം ഭൂമി, ജീവൻ്റെ തുടിപ്പുള്ള ഗ്രഹം. വായു, ജലവും ജന്തുജാലങ്ങളും സസ്യജാലങ്ങളും അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉള്ള നമ്മുടെ ഭൂമി. കഴിഞ്ഞുപോയ 450 കോടി വർഷത്തെ ഭൂമിയുടെ ചരിത്രത്തിലൂടെ നമുക്കത് നോക്കാം. ഇന്ന് നാം കാണുന്ന ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി? അതിനെല്ലാം ശാസ്ത്രലോകം കണ്ടെത്തിയ ഒരുത്തരം. ഏകദേശം 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അത് സംഭവിച്ചത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ വിസ്ഫോടനം ബിഗ് ബാങ്. അതിലൂടെ ഇന്ന് നാം കാണുന്ന പ്രപഞ്ചം ഉണ്ടായി. 5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് കാണുന്ന നീലനിറത്തിൽ ഉള്ളതായിരുന്നില്ല ഭൂമി. സൗരയൂഥത്തിലെ പൊട്ടിത്തെറിയിൽ ഉണ്ടായ ശിലാപാളികളും മറ്റു പൊടിപടലങ്ങളും ഗുരുത്വാകർഷണത്താൽ ഒന്നിക്കാൻ തുടങ്ങി. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗുരുത്വാകർഷണത്താൽ ഈ പാറകളും മറ്റും കൂടിച്ചേർന്ന് ഭൂമി രൂപം കൊണ്ടു. ഈ ഭൂമി ചുട്ടുപഴുത്ത നരക തുല്യമായാണ് ഉണ്ടായിരുന്നത്. അപ്പോഴത്തെ താപനില 1200 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ആയിരുന്നു. ഈ സമയം ഭൂമിയുടെ ഉപരിതലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും ജലനീരാവിയും രൂപപ്പെട്ടു. പുതിയതായി രൂപം കൊണ്ട ഭൂമിയിൽ പൊട്ടിയൊലിക്കുന്ന ലാവകൾ തിളച്ചു മറിയുന്ന കടൽ പോലെയായി മാറി. അങ്ങനെയിരിക്കെ വർഷങ്ങൾക്ക് ശേഷം തിയ എന്ന് പറയുന്ന ഒരു ഗ്രഹം ഭൂമിക്ക് നേരെ വന്നു. ഈ ഗ്രഹത്തിന് ചൊവ്വ ഗ്രഹത്തിന്റെ വലിപ്പമുണ്ട്. സെക്കൻഡിൽ 15 കിലോമീറ്റർ വേഗതയിൽ വരുന്ന ഈ ഗ്രഹം ഭൂമിയുമായി കൂട്ടിയിടിച്ചു. ഈ ഇടിയുടെ അനന്തരഫലമായി കോടിക്കണക്കിന് അവശിഷ്ടങ്ങൾ അന്തരീക്ഷത്തിൽ ചിന്നിച്ചിതറി. ഏകദേശം 1000 വർഷങ്ങൾക്കുള്ളിൽ ഗുരുത്വാകർഷണം മൂലം ചിന്നിച്ചിതറിയ അവശിഷ്ടങ്ങൾ ചേർന്ന് 3500 കിലോമീറ്റർ വ്യാസമുള്ള കത്തിച്ചൊലിക്കുന്ന മറ്റൊരു ഭൂഗോളമായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ നമ്മുടെ ചന്ദ്രൻ ജന്മമെടുത്തു. സൗരയൂഥത്തിന്റെ രൂപീകരണത്തിന്റെ അവശേഷിച്ച അവശിഷ്ടങ്ങൾ ഭൂമിയിലേക്ക് ഉൽക്കയെ പതിക്കാൻ തുടങ്ങി. ഉൽക്കയിൽ കാണപ്പെടുന്ന ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഈ കണികൾക്കുള്ളിൽ ജലാംശം ഉണ്ടായിരുന്നു. ഭൂമിയിൽ പതിക്കുന്ന ഈ ഉൽക്കകളിൽ ജീവന്റെ സുപ്രധാന ഘടകങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഉൽക്കകളിൽ കുറഞ്ഞ അളവിലെ ജലാംശം ഉണ്ടായിരുന്നുള്ളൂ. 20 ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ഉൽക്കാപതനത്തിന്റെ അനന്തരഫലമായി ഭൂമിയിൽ വെള്ളം നിറയാൻ തുടങ്ങി. ചെറിയ ചെറിയ ജലാശയങ്ങൾ രൂപപ്പെട്ടു. ഭൂമിയുടെ ഉൾഭാഗം ഉരുകിയിരിക്കുകയാണെങ്കിലും ഉപരിതലം 70 മുതൽ 80 ഡിഗ്രി വരെ തണുക്കാൻ തുടങ്ങി. പക്ഷേ ചന്ദ്രൻ ഭൂമിയുടെ അടുത്തായതുകൊണ്ട് ചന്ദ്രന്റെ ഗുരുത്വാകർഷണം മൂലം ഭൂമിയിൽ വലിയ വേലിയേറ്റങ്ങൾ ഉണ്ടാക്കി. കാലക്രമേണ ചന്ദ്രൻ ഭൂമിയുടെ അടുത്ത് നിന്നും അകലാൻ തുടങ്ങി. അതോടെ കടൽ ശാന്തമാവുകയും ഭൂമിയുടെ ജനനത്തിന് ശേഷം 700 ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവൻ നൽകുന്ന ജലം വ്യാപിച്ചു. ചെറിയ ദ്വീപുകൾ രൂപപ്പെട്ടു. ചില ഭാഗങ്ങളിൽ ലാവ പൊട്ടിത്തെറിക്കുകയും ലാവ അഗ്നിപർവ്വത ദ്വീപുകൾ രൂപം കൊള്ളുകയും ചെയ്തു. കാലക്രമേണ ലാവ തണുക്കുകയും അങ്ങനെ ഈ ദ്വീപുകൾ ഒന്നിച്ച് ഭൂഖണ്ഡങ്ങൾ ഉണ്ടായി. അങ്ങനെ കടലും കരയും ഉണ്ടായി. അങ്ങനെയിരിക്കെ വീണ്ടും ഉൽക്കകൾ പതിക്കാൻ തുടങ്ങി. 3.8 മില്യൺ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന അതേ രീതിയിലുള്ള അവസ്ഥയായിരുന്നു. ഉൽക്കകൾ കടലിനടിയിലേക്ക് പതിക്കുന്നു. എങ്ങും ഇരുട്ട്. സൂര്യപ്രകാശത്തിന് 300 മീറ്ററിൽ കൂടുതൽ ഭൂമിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. ഉൽക്കാശിലകളിൽ നിന്നുമുള്ള എല്ലാ ധാതുക്കളും രാസവസ്തുക്കളും ചേർന്ന് വെള്ളം കെമിക്കൽ ലായനി പോലെയായി. അങ്ങനെ ഈ രാസവസ്തുക്കളെല്ലാം കൂടിച്ചേർന്ന് ഭൂമിയിൽ ആദ്യമായി ജീവൻ ഉണ്ടായി. ഇപ്പോൾ ഈ വെള്ളം മുഴുവൻ ഏകകോശ ജീവികൾ ആണ്. ഈ ഏകകോശ ജീവിയായ ബാക്ടീരിയ ആണ് ഭൂമിയുടെ നിർമ്മാണത്തിലെ പ്രധാന വഴിത്തിരിവായത്. 3.5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ആഴം കുറഞ്ഞ കടൽ ഭാഗങ്ങളിൽ പാറയുടെ രൂപത്തിൽ സസ്യങ്ങളെ പോലെ തോന്നിക്കുന്നവ രൂപപ്പെട്ടു. സ്ട്രോമാറ്റോലൈറ്റ്. അതിൽ മുഴുവൻ ബാക്ടീരിയകൾ അടങ്ങിയിരുന്നു. സൂര്യപ്രകാശത്തെ ഭക്ഷണമായി മാറ്റി സൂര്യനിൽ നിന്നുമുള്ള ഊർജം ഉപയോഗിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു. ഇത് പഞ്ചസാരയുടെ ലളിതമായ രൂപമാണ്. ഇതിൻ്റെ ഭാഗമായി ഓക്സിജൻ ഉണ്ടാകുന്നു. നാം ശ്വസിക്കുന്ന നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഓരോ മനുഷ്യൻ്റെയും ഏറ്റവും വലിയ ഘടകം.
ഇനിയാണ് നാം കൂടുതലായി അറിയാനുള്ളത്. സസ്യങ്ങളുടെ ജനനം, ബാക്ടീരിയകളുടെ പരിണാമം, ഭൂഖണ്ഡങ്ങളുടെ രൂപീകരണം, കടലിൽ നിന്നും കരയിലേക്കുള്ള ജീവികളുടെ പരിണാമം, അതിൽ നിന്നും ദിനോസർ ജനിക്കുന്നത്, കുരങ്ങന്മാരിൽ നിന്നും മനുഷ്യനിലേക്കുള്ള പരിണാമം. ഇതിനെല്ലാം ഉത്തരവുമായി ഞാൻ വീണ്ടും വരും. കാത്തിരിക്കും.